നാടാകെ മർദ്ദന പരാതികൾ വന്നതിന് പിന്നാലെ മറുപടി പോസ്റ്റുമായി ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണ്, വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഏമാൻ. റിട്ടയർമെന്റിന് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹാസമുണ്ട്. മനീഷ ഐഷ മാത്യു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ, ആരാണ് ഈ ഏമാൻ? തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ പോലീസിൽ മുതിർന്ന സ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് മധുബാബു പറയുന്നത്. തനിക്കെതിരെ വന്നിരുന്ന ആരോപണങ്ങളൊക്കെ ആസൂത്രിതമാണ്, അല്ലെങ്കിൽ താൻ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തതായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ആരോ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇനിയും തനിക്കെതിരെ ഇത്തരത്തിലുള്ള, അതായത് മർദ്ദനമടക്കമുള്ള ലൊക്കമർദ്ദനമടക്കമുള്ള വാർത്തകൾ പുറത്തു വരും. അതിന് പിന്നിലും ഈ ഏമാൻ തന്നെയാണ് എന്നുള്ളതാണ് മധുബാബു പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോഴും 2006 നടന്ന ഒരു ലോക്കപ്പ് മർദ്ദനത്തിന് മധുവിനെതിരെ ചേർത്തല കോടതി ശിക്ഷ വിധിച്ചതാണ്. 1 മാസം തടവും 1000 രൂപ പിഴയുമായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബറിൽ വിധിച്ചത്. അങ്ങനെ പലപ്പോഴായി കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ മധുബാബു എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന പുറത്തു വന്ന കോന്നിയിലെ മർദ്ദനത്തിനടക്കം മധുബാബുവിനെതിരെ തെളിവുകളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തനിക്കെതിരെ ഉയരുന്ന എല്ലാം തന്നെ ആരോപണങ്ങൾ മാത്രമാണെന്നും അതിന് പിന്നിൽ പോലീസ് സേനയിലെ തന്നെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പ്രവർത്തിക്കുന്നതെന്നും മാത്രമാണ് മധുബാബു ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ തന്നെ തനിക്കെതിരെ ഉയർന്ന പരാതികളൊക്കെ നിഷേധിക്കുകയാണ് മധുബാബു ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രജീഷ്.